എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും നമസ്കാരം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലയാളത്തിലെ പുതിയൊരു അധ്യായവുമായാണ്. അദ്ദേഹത്തിന്റെ പേര് ഇന്നു ഞാൻ നാളെ നീ. മലയാളത്തിലെ പ്രശസ്ത കവിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പ് തയ്യാറാക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കവിതാഭാഗം. മനോഹരം എന്ന് പറയുന്നതിലുപരി ഒരുപാട് ചിന്തിപ്പിക്കുന്ന, ഒരുപാട് ചിന്തകൾക്ക് പ്രേരകമാകുന്ന ഒരു കവിതാഭാഗം കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ ഇന്നത്തെ കവിത. നമ്മൾ എല്ലാ കവിതയ്ക്ക് മുൻപിലും അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ വലിയ ദീർഘമായിട്ടുള്ള ഒരുപാട് വരികളൊന്നും വേണ്ട, അർത്ഥവത്തായ ചില വരികൾ മാത്രം മതി ഈ പറയുന്ന നല്ല ആശയങ്ങൾ പങ്കുവെക്കാൻ, അല്ലെങ്കിൽ വായനക്കാരിലേക്ക് ആസ്വാദനം പകരാൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കവിതാഭാഗമാണ് നമ്മുടെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കവിത. കവിതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കവിതാഭാഗം ആരംഭിക്കാറുള്ളത്. ഒന്ന്, കവിതയുടെ പേര് അല്ലെങ്കിൽ ശീർഷകത്തിൽ നിന്ന് തുടങ്ങാറുണ്ട്. കവിതയുടെ ശീർഷകം എന്തുകൊണ്ട് ഇപ്രകാരം നൽകി എന്നുള്ളത്. രണ്ട്, കവിതയുടെ കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ. അപ്പോ ഇന്നത്തെ കവിതയുടെ ആ ഒരു ശീർഷകം നമ്മളെ വരികളിലെ ആദ്യ വരി ആയതുകൊണ്ട് തന്നെ അത് അതിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് കവിയെ കുറിച്ച് തുടങ്ങാം. ഈ കവിയെ കുറിച്ച് നമ്മൾ ജീവചരിത്രക്കുറിപ്പാണെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണെങ്കിലും ആദ്യം തന്നെ എടുത്തു പറയുന്ന ഒരു വാക്യമുണ്ട്, അല്ലെങ്കിൽ വാക്കുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് മലയാള സാഹിത്യത്തിലേക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന ജ്ഞാനപീഠം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തില് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അല്ലെങ്കിൽ ഉയർന്ന ഒരു ബഹുമതി തന്നെയാണ് ജ്ഞാനപീഠം എന്ന് പറയുന്നത്. അതിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളത്തിന് ആദ്യമായി കൊണ്ടുതന്ന വ്യക്തി അല്ലെങ്കിൽ കവി ആണ് ആര്? നമ്മുടെ സ്വന്തം ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കവിത. അപ്പോ എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് കവിതയുടെ ഓരോ വരികളും വിശദീകരിച്ച് അതിനെ ഉള്ളിലുള്ള ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് എല്ലാ തവണത്തെയും പോലെ ഞാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കവിതാഭാഗം ഷെയർ ചെയ്ത് ആ സ്ക്രീൻ ഷെയറിനൊപ്പം തന്നെ വിശദീകരണങ്ങളും മറ്റുമായിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സോ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ കവിതയുടെ പേര് ഇന്ന് ഞാൻ നാളെ നീ. അപ്പോ നേരത്തെ സൂചിപ്പിച്ചു ജി ശങ്കരക്കുറുപ്പ്, ജ്ഞാനപീഠം. അപ്പൊ ഈ കവിതയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ജ്ഞാനപീഠം. നമ്മൾ ഓരോ കവിതയുമാണല്ലോ ഓരോരോ എന്താ പറയാ, പുതിയ പുതിയ വിവരങ്ങൾക്കും അല്ലെങ്കിൽ അറിവിനൊക്കെ നമുക്ക് വഴിയൊരുക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നിന്ന് തുടങ്ങാം. നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരം, ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് മുഴുവൻ പേരുള്ള ഇതിന് വാഗ്ദേവിയുടെ, അതായത് സരസ്വതി ദേവിയുടെ ഒരു വെങ്കല ശില്പവും പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയുടെ ചെക്ക് അടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നതമായിട്ടുള്ള പുരസ്കാരമാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പുരസ്കാരം അല്ലെങ്കിലും സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിനോടൊപ്പം തന്നെയാണ് നൽകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത ജ്ഞാനപീഠ പുരസ്കാരത്തിൽ ഇന്ത്യയിൽ കണക്കാക്കുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ച പ്രധാന വ്യക്തികളെ നമുക്ക് അടിയിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോട്ടോയും വിവരമൊക്കെ ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ശ്രദ്ധയോട് കൂടിയിട്ട് വായിച്ചു നോക്കുക. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1965 ജി ശങ്കരക്കുറുപ്പിന് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിലൂടെയാണ് മലയാളത്തിലേക്ക് ആദ്യ ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി എസ്.കെ. പൊറ്റക്കാട്. യാത്രാ വിവരണങ്ങളിലൂടെ മലയാള മനസ്സിനെ കീഴടക്കിയിട്ടുള്ള, മലയാളത്തിലെ വായനക്കാർക്ക് യാത്രാ വിവരണം എന്ന് പറയുന്ന ആ ഒരു മേഖല
ആസ്വാദകരമാകുന്ന രൂപത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് എത്തിച്ച എഴുത്തുകാരൻ SK പൊറ്റക്കാട്. അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണ ആയിട്ടുള്ള ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. നമ്മുടെ മലയാളത്തിന്റെ രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം. മൂന്നാമത് ലഭിച്ചത് തകഴിയിൽ ജനിച്ച തകഴി ശിവശങ്കരപ്പിള്ള, തകഴിയിൽ ജീവിച്ച തകഴി ശിവശങ്കരപ്പിള്ള എന്നറിയപ്പെടുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നിരവധി ഒരുപാട് എന്താ പറയാ നല്ല നോവലുകൾ കൊണ്ട് നമ്മളെ ഞെട്ടിച്ച എഴുത്തുകാരനാണ്. ഉദാഹരണം ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, അതുപോലെ തന്നെ പിന്നെ ഏതാ തോട്ടിയുടെ മകൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, നിരവധിയാണ്. അപ്പൊ അത്തരത്തിൽ മലയാളത്തിലെ കയർ എന്ന അദ്ദേഹത്തിന്റെ നോവലിനാണ് 1984 ജ്ഞാനപീഠ പുരസ്കാരം തകഴിക്ക് ലഭിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യം G ശങ്കരക്കുറുപ്പ്, 2 SK പൊറ്റക്കാട്, 3 തകഴി ശിവശങ്കരപ്പിള്ള. നാലാമത്തെ വ്യക്തി മലയാളത്തിന്റെ സ്വന്തം MT എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായർക്കാണ്. ആദ്യ കാലങ്ങളിലൊക്കെ പറയുന്ന ഓരോരോ കാവ്യസമാഹാരത്തിനും അല്ലെങ്കിൽ ഓരോ നോവലിനുമാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവരുടെ സമഗ്ര സംഭാവനകൾക്ക് പരിഗണിച്ചിട്ടാണ് പിന്നീട് നൽകിയത്. ഒരു പ്രത്യേക കൃതിക്ക് പകരം അവരുടെ സമഗ്രമായിട്ടുള്ള രചനകൾ, മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കഥ, നോവൽ, അതുപോലെ തന്നെ തിരക്കഥ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള തിരക്കഥകളൊക്കെ സിനിമകളായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്രശസ്തനായ MT എന്ന് അറിയപ്പെടുന്ന MT വാസുദേവൻ നായർക്ക് ലഭിക്കുന്നത് 1995 പിന്നീട് അങ്ങോട്ട് മലയാളത്തിന്റെ പ്രിയ കവി ONV എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ്, അദ്ദേഹത്തിന്റെ പുരസ്കാരം ലഭിക്കുന്നത് 2007 2007 വർഷത്തിലാണ് അദ്ദേഹം നമുക്ക് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം നമുക്ക് നേടിത്തരുന്നത്. നമുക്ക് മീൻസ് മലയാളികൾക്ക് കേട്ടോ. മലയാളത്തിലെ പുരസ്കാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവസാനം ഇതുവരെ ലഭിച്ചതിൽ അവസാനം 21ാം നൂറ്റാണ്ടിന്റെ അല്ലെ 20ാം നൂറ്റാണ്ടിന്റെ അല്ലെ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നൊക്കെ അല്ലെങ്കിൽ വളരെയധികം നിരവധി കവിതകൾ നമുക്ക് നൽകിയിട്ടുള്ള അക്കിത്തം എന്ന് അറിയപ്പെടുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2019 അദ്ദേഹത്തിന് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. നിരവധി കവിതകൾ ഈ പറയുന്ന മലയാള പഠിതാക്കൾക്ക് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കവിതകൾ, കഥകൾ, രചനകൾ അതിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അത്രത്തോളം പ്രശസ്തമായിട്ടുള്ള രചനകൾക്ക് പിന്നിലുള്ള വ്യക്തികളാണ് ഇവരെല്ലാം എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പൊ ആറാമത്തെ വ്യക്തി അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. ഒന്നുമില്ല, ഞാൻ ഈ ഒരു പാഠഭാഗം പറഞ്ഞപ്പോ എന്തോ G ശങ്കരക്കുറുപ്പിന്റേതായതുകൊണ്ട് നേരിട്ട് ഞാൻ എന്ത് ചെയ്തു, ജ്ഞാനപീഠ പുരസ്കാരവും ഈ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു എന്ന് മാത്രം. അപ്പൊ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. അപ്പോ കവിതയ്ക്ക് മുൻപ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച G ശങ്കരക്കുറുപ്പിന്റെ ജീവചരിത്ര കുറിപ്പ് അല്ലെങ്കിൽ രേഖയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും. നോക്കിയാൽ നമുക്ക് കാണാം 1901 ജൂൺ 3 ജനനം. പിന്നെ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്നുള്ള സ്ഥലത്താണ് ജനനം. അമ്മാവനാണ് അദ്ദേഹത്തെ വളർത്തിയത്. 17ാമത്തെ വയസ്സിൽ ഹെഡ് മാസ്റ്റർ ആയി ജോലി. 17ാം വയസ്സിലല്ലേ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ജോലിയിൽ പ്രവേശനം. 1937 മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. 1956 അധ്യാപകരിൽ നിന്ന് വിരമിക്കപ്പെട്ടു. പിന്നെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം തുടങ്ങിയുള്ള ഒരു ചെറിയ ജീവിതരേഖ തന്നെയാണ്. 1978 ഫെബ്രുവരി 2 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകുന്നത്. ഇത് ജീവിതരേഖ തന്നെയാണ്, അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നൽകി എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കവി വിവർത്തകൻ അല്ലെ. വിവർത്തകൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ തർജ്ജമ. ഈ ഇന്നത്തെ കാലത്ത് തർജ്ജമ വളരെ സാഹിത്യത്തില് വളരെയധികം, പണ്ടൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും അല്ലേ തർജ്ജമ ചെയ്തപ്പോ ഒരാളെടുത്ത് മലയാളം ഇംഗ്ലീഷിലുള്ള ഇതൊക്കെ എത്ര എളുപ്പ. പക്ഷേ
ഒരു ആളുടെ, ഒരു വ്യക്തിയുടെ രചന അതിന്റെ അതേ രൂപത്തിൽ, അതിന്റെ അതേ മൂല്യത്തിൽ തന്നെ തർജ്ജമ ചെയ്യണം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള, അതൊന്ന് നല്ലൊരു സാഹിത്യശാഖയായിട്ട് നിലവിലുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള എന്താണ് രചനകൾ പറയുന്നുണ്ട്. ഓടക്കുഴല്, നിമിഷം, സൂര്യകാന്തി, പതികന്റെ പാട്ട്, വിശ്വദർശനം, അങ്ങനെ ജീവന സംഗീതം. പിന്നെ അതിൽ പ്രധാനമായിട്ടും ടാഗോറിന്റെ ഗീതാഞ്ജലി, അതിന്റെ വിവർത്തനത്തെ കുറിച്ച് പറയുന്നു. പിന്നെ വിലാസലഹരി, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കാം. യെസ്, ആദ്യ വരികളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ഞാൻ, നാളെ നീ. അപ്പോ നമ്മുടെ ജീവിതത്തെ കുറിച്ച് അല്ലെ ഏറ്റവും അധികം എവിടെയോ കേട്ടുമറന്ന ഒരു വരിയാണ് ഇന്ന് ഞാൻ, നാളെ നീ. നമ്മുടെ കവിതയുടെ ആദ്യത്തെ വരിയും അത് തന്നെയാണ്. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്നും പ്രതിധ്വനിക്കുന്ന ഇത് ഓർമ്മയിൽ, പ്രതിധ്വനിക്കുന്നത് ഓർമ്മയിൽ, ഓർമ്മയിൽ എന്നാ പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ശീർഷകത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ, തുടങ്ങുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോ കവിയുടെ ഓർമ്മയിൽ പ്രതിധ്വനിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ വാക്യമാണ് ഇന്നു ഞാൻ, നാളെ നീ. അതുകൊണ്ടാണ് അവിടെ ഒരു കോമ നൽകിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു നിങ്ങള്? കാരണം നമ്മൾ തലക്കെട്ടിന്, ഒരു ഉദ്ധരണിക്കുള്ളിലാണ് ഈ പറയുന്ന തലക്കെട്ടിന്റെ പ്രധാനമായിട്ടുള്ള ഇന്ന് ഞാൻ, നാളെ നീ എന്ന് പറയുന്ന ആ ഒരു വാക്യം നൽകിയിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ആ ഒരു തലക്കെട്ട് സാധാരണ ഉദ്ധരണിയായിട്ട് കൊടുക്കാറുള്ളത്? ഉദ്ധരണി പറഞ്ഞാൽ 2 കോമ. അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഈ ഒരു വാക്യം ആരുടെയെങ്കിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരോ പറഞ്ഞതായിരിക്കാം. അതല്ലാതെ കവിയുടെ സ്വന്തം കാര്യമല്ല, എവിടെയോ കേട്ടുമറന്ന, അല്ലെങ്കിൽ എവിടെ നിന്നോ കേട്ട ഒരു വാക്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്ധരണി അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ആദ്യം തന്നെ ഇന്ന് ഞാൻ, നാളെ നീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഓർമ്മ വരിക? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മരണം, അല്ലേ? ഇന്ന് ഞാൻ മരിക്കും, നാളെ നീയും മരിക്കും. മരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് എന്തുകൊണ്ടാണ് മരണം എന്ന് ഞാൻ പറയുന്നത് വെച്ചാല്, അത് ഒരുപാട് മുൻപേ എന്താണ് നമ്മള് കേട്ട, അല്ലെങ്കിൽ ഒരു മരണത്തിന്റെ സൂചന ഉണ്ടായതുകൊണ്ടാണ്. അതല്ലാത്ത രൂപത്തിലും ഇന്ന് ഞാൻ, നാളെ നീ, ഇന്ന് ഞാൻ പോവാ, നാളെ നീ പോകും, വേറെ എങ്ങോട്ടേലും, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കേട്ടുമറന്ന ആ ഒരു സ്വരം ഒരു മരണത്തിന്റെ, അല്ലെങ്കിൽ ഭൂമിയുടെ അവസാന കാലത്തിന്റെ, അതൊക്കെയാണെന്നുള്ളതാണ് ഒരു ഇത്. എന്തായിരുന്നാലും കവി അത് കേട്ടു. ഇന്ന് ഞാൻ, നാളെ നീ, അല്ലെങ്കിൽ കണ്ടു. ഇത് ഇപ്പോഴും എന്റെ മനസ്സിൽ പ്രതിധ്വനിക്കുന്നു. എന്താ പ്രതിധ്വനിക്കുക എന്ന് പറഞ്ഞാൽ, വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, മാറ്റൊലി കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ മാറ്റൊലി കൊള്ളുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരികളിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം പിന്നീട് ഓർക്കുന്നത് ഈ വാക്യം എവിടെ കണ്ടു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വാക്യം ഞാൻ കേട്ടത്. ഈ വാക്യം എന്റെ മനസ്സിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നതിന്റെ കാരണമാണ് പിന്നീട് അങ്ങോട്ടുള്ള വരികളിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ഒരു വഴിയുടെ അവിടെ നിൽക്കുകയാണ്. അപ്പോ അതാണ് പിന്നീട് കവിതയിലെ വരികളായിട്ട് വരുന്നത്. നോക്കാം. പാതവക്കത്തെ മരത്തിൽ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ. പാതവക്കിലുള്ള മരത്തില് നിഴൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രേതം കണക്കെ, ഒരു പ്രേതത്തെ പോലെ ക്ഷണത്താൽ വളരവേ. ക്ഷണം എന്താ? ക്ഷണം ഒരിക്കലും ഒരു കുട്ടി എന്നോട് പറഞ്ഞു, മാഷെ ക്ഷണം എന്താ ചോദിച്ചു. അപ്പൊ മാഷോട് കുട്ടി പറയാണ്, ക്ഷണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുക, നമ്മളെ കല്യാണത്തിനൊക്കെ പോലെ ക്ഷണിച്ചിട്ട്. അപ്പൊ കല്യാണം ഇതെന്താ തമ്മിൽ എന്താ ബന്ധം? ക്ഷണത്താൽ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പ്രേതം വരിക, എന്ത് സംഭവം? ക്ഷണം. മറ്റൊരാൾ പറഞ്ഞു ആ ക്ഷണമല്ല, വേറെ ക്ഷണമുണ്ട്. അപ്പോ പലപ്പോഴും കുട്ടികൾക്ക് തമ്മില്, അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു അർത്ഥമാണ് ക്ഷണം, ക്ഷണനം. അതായത് നമ്മൾ തെറ്റായിട്ട് പറയാറുണ്ട് ക്ഷണനം. ക്ഷണനം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് ചില ആളുകൾ പറയാറുണ്ട്, കല്യാണത്തിനാണ് പൊതുവെ നമ്മൾ ക്ഷണിക്കുക, ക്ഷണം എന്ന് ചുരുക്കി പറയുന്നത്. അതേപോലെ ക്ഷണനം എന്ന് തെറ്റായിട്ടും പറയാറുണ്ട്. ഒരാൾ പറയാണ്, എനിക്കിന്നൊരു ക്ഷണനുണ്ട്, പോട്ടെ, നേരം കുറെ ആയി, ഇവരെ കാത്തുനിന്നിട്ട് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോലെ ശരിയാവുള്ളൂ. അങ്ങനെ ക്ഷണനം എന്നുള്ള ഒരു പദപ്രയോഗം ഉണ്ടാവാറുണ്ട്.
സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയാ, മലയാളത്തിലെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ആണ് അറിയുന്ന പോലെ ഒരു അർത്ഥവശാൽ അതൊരു തെറ്റാണ്. ക്ഷണനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കൊലപാതകം എന്നാണ് അർത്ഥം. അപ്പൊ പറയുന്ന ആലോചിച്ച് നോക്കൂ, ഞാൻ അവരെ കാത്തിരുന്നിട്ട് വയ്യ, എനിക്കൊരു ക്ഷണനം ഉണ്ട്. അർത്ഥം മാറിയോ? അപ്പോ ക്ഷണമാണ് അവിടെ, ക്ഷണനല്ല. പക്ഷെ ഇവിടുത്തെ ക്ഷണം എന്ന് പറഞ്ഞാൽ അതുമല്ല, വേഗത്തിൽ, പെട്ടെന്ന് എന്നൊക്കെ അർത്ഥമാണ്. ക്ഷണം, ഞൊടിയിടയിൽ, പെട്ടെന്ന് എന്നൊക്കെ അർത്ഥം. അപ്പൊ പാതവക്കത്തെ മരം പെട്ടെന്ന് എന്ത് ചെയ്യാണ്? പ്രേതത്തെ പോലെ വളരുന്നു. നിങ്ങൾ പ്രേതത്തെ പോലെ വളരുക. നമ്മുടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയില്ല, സ്റ്റാർട്ടിങ്ങില് വെറുതെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു മരം, ഇലകളൊക്കെ കൊഴിഞ്ഞ് വെറും കൊമ്പും ചുള്ളിയുമായിട്ട് നിൽക്കുന്ന മരം. അതെങ്ങനെ പെട്ടെന്ന് വളരുക? പെട്ടെന്ന് വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുക എപ്പോഴാ? നിഴലിനാണ്. പാതവക്കത്തെ മരത്തിന്റെ നിഴൽ, അതായത് നിഴലുകൾക്ക് നീളം വെക്കുകയാണ്. എപ്പോ? സൂര്യന്റെ മാറ്റങ്ങൾക്ക്, രാത്രിയാകുന്ന സമയത്ത് സൂര്യന്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ ഈ പറയുന്ന പാതവക്കത്തെ മരത്തിന്റെ നിഴൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നീണ്ടു 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 പോകുന്നു. അപ്പൊ ആ നീളു പോകുന്ന സമയത്ത് അത് പ്രേതത്തെ പോലെ കാണുന്നു, എനിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്ന് പതിക്കവേ. അതോടൊപ്പം തന്നെ പേടിച്ചരണ്ടുകൊണ്ട് ചില ശുഷ്കപത്രങ്ങൾ, ശുഷ്കിച്ച പത്രങ്ങൾ. ശുഷ്കിച്ച എന്ന് പറഞ്ഞാൽ അതായത് എന്താ പറയാ, ശുഷ്കിച്ച എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ, അതെ അതെ, ഉണങ്ങിയ ശുഷ്കിച്ച പത്രം. പത്രം എന്ന് പറഞ്ഞാൽ ഇല എന്നാണ് അർത്ഥം. അപ്പൊ ഉണങ്ങിയ പത്രം, ഇലകൾ എന്ത് ചെയ്യാണ്? മോഹം കലർന്ന് പതിക്കുകയാണ്. മോഹം കൊണ്ട്, അല്ലെ? എന്താ മോഹം കൊണ്ട്? മോഹം കലർന്ന്, മോഹം അറിയോ? നമ്മുടെ സാധാരണ അല്ലെ, എനിക്ക് ഭയങ്കര മോഹമുണ്ട്, ആ മോഹമല്ല. നമ്മൾ കേട്ടില്ല മോഹാലസ്യം? അത് പിന്നെ നമ്മൾ അധികം കേട്ട ഒരു പദമാണ്. മോഹാലസ്യം എന്ന് പറഞ്ഞെങ്കിൽ ബോധം കെട്ട് വീഴുക എന്നാണ് അർത്ഥം. മോഹാലസ്യപ്പെടുക എന്ന് പറഞ്ഞാല് ഇവിടെ മോഹം, സോറി, മോഹം കലർന്നു എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. ബോധം നഷ്ടപ്പെട്ട്. അപ്പൊ പേടിച്ചരണ്ടുകൊണ്ട് ഈ പറയുന്ന ഉണങ്ങിയ ഇലകളെല്ലാം എന്ത് ചെയ്യാണ്? ഈ മരത്തിന്റെ ചില്ലകളിൽ നിന്നും ബോധം കെട്ട് വീഴുന്ന പോലെ നിലത്തോട്ട് വീഴുകയാണ്. നമ്മുടെ ചിത്രത്തിൽ നേരത്തെ കാണുന്ന പോലെ. ഈ പറയുന്ന ഇലകൾക്ക് അതിൻ്റെതായിട്ടുള്ള ശക്തിയും അതിൻ്റെതായിട്ടുള്ള ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മരത്തിൽ നിന്ന് നേരെ താഴോട്ട് പതിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പോ എന്താണ്? പത്രങ്ങൾ, ഇലകൾ, പത്രം എന്ന് പറഞ്ഞാൽ ഇലകൾ താഴേക്ക് പതിക്കുകയാണ്. ബാക്കിയുള്ള വരികളിലേക്ക് നോക്കാം. ഓക്കെ. ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസം ഇടയ്ക്കിടയ്ക്കാഞ്ഞു വലിക്കവേ. ഇല വീഴുന്നു, നിഴൽ കാരണം മരത്തിന്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. ആസന്ന മൃത്യുവാം, അല്ലെ? ആസന്നം, ആസന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തെത്തുന്ന, മൃത്യു എന്ന് പറഞ്ഞാൽ മരണം. നിശ്ചേഷ്ടമാരുതൻ, മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, അല്ലെ? നിശ്ചേഷ്ടമാരുതൻ എന്നാണ് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ചലനമില്ലാത്ത കാറ്റിനെ കുറിച്ചാണ്. അതായത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൃത്യു, മരണം. ആരുടെ മൃത്യു? കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. മാരുതൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം ഇങ്ങനെ വലിക്കുന്നു. എന്താ അങ്ങനെ? അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ എന്തെങ്കിലും ബോധം കെട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതാവുന്ന സമയത്ത് അനങ്ങാതെ കിടന്ന് ശ്വാസം ഇങ്ങനെ വലിക്കുമ്പോൾ പിടിച്ചു പിടിക്കുക, അല്ലെ? ശ്വാസം ഇങ്ങനെ ആഞ്ഞു വലിക്കും. അവസാന ഘട്ടത്തെ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു വിമ്മിഷ്ടൊക്കെ നമ്മൾ എന്താണ്, ആ ഒരു ശ്വാസം എടുക്കാനും ഇതാക്കാനും ഒക്കെ ഉള്ള ഒരു ഇതുണ്ടാവും. അത്തരത്തിൽ ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്ന കാറ്റിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ കാറ്റ് തുടർച്ചയായിട്ട് വീശുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് 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 ഇങ്ങനെ കുറച്ച് കുറച്ച് വീശുന്നത് കാരണം എന്ത് ചെയ്യാണ്? എഴുത്തുകാരൻ പറയുന്നത് മരണം അടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാള് ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞു വലിക്കുന്ന പോലെ അദ്ദേഹം ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അത്തരത്തിലാണ് ആസന്ന മൃത്യു അടുത്ത് നിൽക്കുന്ന മാരുതൻ, കാറ്റിനെ പോലെയാണ്. ഇടയ്ക്കിടെ മൂപ്പര് ഫുൾ ടൈം ഒന്നും ചെയ്യുന്നില്ല, വീശുന്നില്ല, ചെറുതായിട്ടേ വീശുന്നുള്ളൂ, അതും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു.
താരക രത്നഖചിതമാം പട്ടിനാൽ പാരമലങ്കൃതമായ വിൺപെട്ടിയിൽ ചത്തപകലിൻ ശവം വച്ചെടുപ്പതിനാത്തമൗനം 4 ദിക്കുകൾ നിൽക്കവേ. താരകരത്നഖചിതമാം, താരകം അല്ലെ, എന്ത് താരകം? താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്രം. അപ്പോ നക്ഷത്രത്തിന്റെ അലങ്കരിച്ച, നക്ഷത്രത്തിന്റെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച പട്ടുകൊണ്ട് അല്ലെ, അപ്പൊ നക്ഷത്രത്തിന്റെ പോലെയുള്ള എന്താണ് അലങ്കൃതമായിട്ടുള്ള പട്ടിനാൽ ഒരു വിൺപെട്ടി. വിൺപെട്ടി എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി. അപ്പൊ രക്തം പതിച്ചതാണ്, ആ രക്തം പതിച്ച ഒരു ശവപ്പെട്ടിയാണ്. നക്ഷത്രം പതിച്ച ശവപ്പെട്ടി ഏതാ? ഒന്നും ആലോചിക്കേണ്ട, ആകാശാണ്. നക്ഷത്രം പതിച്ച പട്ടുള്ളത് എവിടെയാ? ആകാശത്താണ്. അപ്പൊ ആകാശമാണ് ഒരു ശവപ്പെട്ടിയായിട്ട് ഈ പറയുന്ന പോലെ രത്നങ്ങൾ, ഈ പറയുന്ന നക്ഷത്രങ്ങൾ പതിച്ച പട്ടിനാൽ തീർത്ത ശവപ്പെട്ടിയായിട്ട് എഴുത്തുകാരൻ അവിടെ ഉപമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ആരാണ്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെയോ ബോധം കെട്ട് വീഴുന്നുണ്ട്, ശവപ്പെട്ടി റെഡിയാണ്. ആരുടെ മരണമാണ്? ചത്ത പകലിൻ ശവം വച്ചെടുപ്പതിനാത്തമൗനം 4 ദിക്കുകൾ നിൽക്കവേ. അപ്പോഴാണ് മനസ്സിലായത് മരിച്ചത് ആരുമല്ല, പകലാണ്. പകലിന് മരണോ? പകൽ മരിക്കുവോ? പകൽ മരിക്കും അല്ലെ? എങ്ങനെയാ? പകല് മരിച്ച് ഒരു ഒരു ദിവസത്തിന്റെ ഒരു സമയം വരെയാണ് പകലിന് ആയുസുള്ളത്. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെ മാത്രമേ എന്തുള്ളൂ? പകലിന് സമയമുള്ളൂ. അപ്പോ ആ ഒരു പകല് അവസാനിച്ച് സന്ധ്യയാകുമ്പോടുകൂടി പകലിന്റെ മരണമാണെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അപ്പൊ മരിച്ചിരിക്കുന്നത് പകലാണ്. ആ ശവത്തെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ തയ്യാറായി നിൽക്കുകയാണ് ആര്? 4 ദിക്കുകൾ. ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു പെട്ടിയില്, ഈ പറയുന്ന ശവപ്പെട്ടിയിൽ മൃതദേഹം ചുമക്കാനായിട്ട് ആൾക്കാർ വേണ്ടേ? ഇങ്ങനെ പെട്ടിയില് നമ്മള് മൃതദേഹം ഇങ്ങനെ ചുമന്നു കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വേണം. അപ്പൊ ആ ആളുകളായിട്ടാണ് ഇവിടെ ആര് നിൽക്കുന്നത്? നമ്മുടെ 4 ദിക്കുകൾ. 4 ദിക്ക് എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെ 4 ദിക്കുകളുണ്ട്. ഈ 4 ദിക്കാണ് പകലിന്റെ ശവം ആ പെട്ടിയിലാക്കി കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നത്. തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ച് കമ്പിതഗാത്രിയായ അന്തി മൂർച്ഛിക്കവേ. അപ്പോ മരണമാണ്. മരണത്തില് എന്താണ്? പല ആളുകളും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ എന്ത് ചെയ്യും? പല രൂപത്തിലും വന്ന് കരയലും അതുപോലെ തന്നെ അന്ത്യചുംബനം നടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് 1 ശവപ്പെട്ടി, 2 ചുംബനം. നമുക്ക് ഇതൊക്കെ നൽകുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മരണമൊക്കെ നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ഇത് നൽകുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള അല്ലെങ്കിൽ മരണത്തിൻ്റെതാണ് ശവപ്പെട്ടിയും അന്ത്യചുംബനം ഒക്കെ. മറ്റേതിലുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അന്ത്യചുംബനങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ ഇവിടെ ചത്ത പകലിന്റെ ശവപ്പെട്ടി തയ്യാറായി നിൽക്കുമ്പോൾ അവസാനമായി ഒന്ന് ചുംബനം നൽകാനായിട്ട് മകൾ വരികയാണ്. ആരാ മകൾ? തൻ പിതാവിൻ ശവപ്പെട്ടിക്കുമേൽ, തന്റെ പിതാവിന്റെ ശവപ്പെട്ടിക്കുമേൽ ചുംബിച്ച് കമ്പിതഗാത്രിയായി അന്തി മൂർച്ഛിക്കവേ. അന്തിയെയാണ് പകലിന്റെ മകളായിട്ട് പറയുന്നത്. അന്തി, സന്ധ്യ. ഈ അന്തിയെയാണ് കവി പകലിന്റെ മകളായിട്ട് കാണിക്കുന്നത്. മകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അന്തി വന്നിരിക്കുന്നതിനാണ്? പകലിന്റെ ശവപ്പെട്ടിക്ക് മുകളിൽ ഒരു അന്ത്യചുംബനം നൽകുന്നതിനാണ്. അവിടെ എടുത്തു കാണിക്കുന്നുണ്ട് വിൺപെട്ടിയിൽ അല്ലെ, ആർത്തമൗനത്താൽ. നോക്കൂ, തൻ പിതാവിൻ ശവപ്പെട്ടിക്കുമേൽ ചുംബിച്ചു കമ്പിതഗാത്രി. എന്താ കമ്പിതഗാത്രി എന്ന് പറഞ്ഞാൽ? ശരീരം വിറയ്ക്കുന്നവൾ എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. അതായത് ആ ഒരു അവസ്ഥയിൽ പിതാവിന്റെ ശവപ്പെട്ടിക്ക് മുകളിൽ അന്ത്യചുംബനം നടത്താനായിട്ട് നിൽക്കുന്ന മകളുടെ അവസ്ഥ ആ ഒരു ശരീരം വിറയ്ക്കുന്ന ഒരു സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ശരീരം വിറച്ചുകൊണ്ട് ആ
ശവപ്പെട്ടിക്കുമേൽ അവസാന ചുംബനം നൽകുവാനായിട്ട് ശരീരം വിറച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു? അന്തി മൂർച്ഛിക്കുക എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും നമ്മുടെ മറ്റൊരു അർത്ഥം തന്നെയാണ്. നമ്മൾ സാധാരണ മൂർച്ഛിക്കുക എന്നല്ല, ബോധം കെട്ട് വീഴുക എന്നാണ്. തന്റെ പിതാവിന്റെ ശവപ്പെട്ടി അവിടെ ഉണ്ട്, അതിനെ ചുംബിച്ചുകൊണ്ട് വളരെയധികം എന്താ പറയാ വിറച്ചുകൊണ്ടിരിക്കുന്ന അന്തി ബോധം കെട്ട് വീഴുകയാണ്, അല്ലെങ്കിൽ ബോധം കെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ 4 ദിക്കുകള് ശവപ്പെട്ടി കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാത്തു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ പിതാവിന്റെ ശവപ്പെട്ടിക്ക് മേൽ ചുംബനം നൽകാനായിട്ട് എത്തിയിട്ടുള്ള അന്തി, കമ്പിതഗാത്രിയായ അന്തി ബോധം നഷ്ടപ്പെട്ട് വീഴുന്നതായിട്ടും അവിടെ കാണാം. അടുത്ത വരിയിലേക്ക് നോക്കാം. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയെങ്കിൽ തനിച്ചു ഞാൻ നിന്നുപോയി. ജീവിതം അല്ലെ? എന്താണ് ജീവിതം? അതായത് ജീവിതം എന്ന് പറയുന്നതിന് ചില ആൾക്കാർ നൽകിയിട്ടുള്ള ഒരു എന്താ പറയാ, ചില ആൾക്കാരുടെ ഒരു അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഇത് പ്രകാരമാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എങ്ങു നിന്ന് വന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു എന്നറിയാനാവാത്ത ഒരു അജ്ഞാത പ്രതിഭാസമാണ് ജീവിതം. അല്ലെ? നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരും ചിന്തിക്കുന്ന ഒരു സംഭവം നമ്മളിപ്പോ എവിടുന്നാണ് വന്നത്, അല്ലെങ്കിൽ നമ്മൾ മരണശേഷം എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെയൊന്നും അധികം ആരും എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജീവിതം പോലെ അത്തരത്തിൽ എങ്ങോട്ട് വന്നു എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത, എവിടേക്ക് പോകുന്നു, എവിടുന്ന് വരുന്നു, എവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ ഒരു വഴിയെങ്കിൽ ഞാനിങ്ങനെ തനിച്ചു നിന്നു. പച്ച മലയാളത്തില് കവി എന്ത് ചെയ്യാണ്? ജീവിതം പോലത്തെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോവേണ്ടത് എന്നറിയാത്ത, എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു വഴിയെങ്കിൽ, ഒരു വഴിയുടെ നടുക്ക് തനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെയായിട്ട് കവി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോ പകലിന്റെ മരണം അവിടെ ചിത്രീകരിച്ചു കഴിഞ്ഞു. മകളായിട്ടുള്ള അന്തി വന്ന് പകലിന്റെ ശവപ്പെട്ടിമേൽ അവസാന മുത്തം നൽകുന്ന സമയത്ത് തനിക്കൊന്നിനും കഴിയാതെ വിറച്ചുകൊണ്ട് ഈ ബോധം കെട്ട് വീഴുന്ന മകളെയും കാണാം. അങ്ങനെ ആ സമയത്ത് ആ ചുറ്റും വളരെ മൗനം നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന മൗനമൊക്കെ ഈ ഒരു മരണത്തിന്റെ ഭാഗമാണ്, അല്ലെ? മൗനം നമുക്ക് അറിയാം, ഈ മരണത്തിന്റെ അല്ലെങ്കിൽ മരണ സമയത്തും അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ചടങ്ങുകളുടെ സമയത്തൊക്കെ നമ്മൾ വളരെയധികം നിശബ്ദത പാലിക്കും. അത് ഒരു മര്യാദയുടെ ഭാഗമാണ്. ആ ഒരു മൃതശരീരത്തോട്, മരണപ്പെട്ട ആളിനോട് നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദയാണ്. നമ്മൾ അവിടെ പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊട്ടിച്ചിട്ട് സംസാരിക്കുവോ? ഇല്ല. അപ്പോ അത്തരത്തിലുള്ള ഒരു മൗനം ആ ഒരു ഇതിൽ തങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെ? ആ പകലിന്റെ ശവം വെച്ചെടുക്കുമ്പോൾ അതിന് ആത്മമൗനം 4 ആ ശവപ്പെട്ടി ചുമക്കാനായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ജീവിതം പോലെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണോ അതേപോലത്തെ ഒരു വഴിയിൽ കവി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നമുക്ക് അടുത്ത വരിയിലേക്ക് കടന്നാലോ? നോക്കാം. പക്ഷികൾ പാടിയില്ലാടിയില്ലാലില. പക്ഷികൾ പാടിയില്ലാടിയില്ലാലില ഈ ക്ഷിതി തന്നെ മരവിച്ച പോലെയായി. ആ മൗനത്തിന് യോജിച്ച രൂപത്തിൽ പക്ഷികളൊന്നും എന്ത് ചെയ്തില്ല, പാടിയതുമില്ല, ആടിയതുമില്ല. എന്തിന്? ഈ ക്ഷിതി പോലും, ഈ ക്ഷിതി അല്ലെ, ഈ ക്ഷിതി പോലും മരവിച്ച, അല്ലെ? നേരത്തെ പറഞ്ഞ മരവിച്ച പോലെ. എന്താ ക്ഷിതി? ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി. പക്ഷികൾ എല്ലാ സമയവും പാടുകയും അവരുടെ കലപില ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രകൃതി പോലും നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷികളുടെ യാതൊരുവിധ ശബ്ദവും മറ്റും കാണുന്നില്ല. എന്തിനൊരു നിമിഷം ഭൂമി പോലും അങ്ങനെ സ്റ്റക്കായിട്ട്, ഫ്രീസായിട്ട്, മരവിച്ച പോലെ നിൽക്കുന്നു എന്ന് പറയുന്നു. ആ സമയത്തതാ അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാം നാം എന്ന് ദീനമണിസ്വനം. അപ്പോഴതാ പള്ളിയുടെ ഉള്ളിൽ നിന്നും പെട്ടെന്ന് ആ ഒരു മൗനത്തെ, ആ ഒരു മൗനം തളം കെട്ടി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. പള്ളിമണിയാണ്.
നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വീണ്ടും സൂചിപ്പിക്കുകയാണ്. അതായത് പള്ളിമണി, നേരത്തെ വന്ന ശവപ്പെട്ടി, അന്ത്യചുംബനം ഒക്കെ ഒരു ക്രിസ്തീയ മരണത്തിന്റെ ഇതിലേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും വീണ്ടും അതാ പള്ളിമണിയും എടുത്തു കാണിക്കുന്നു. പള്ളിമണി എന്തിനു വേണ്ടിയിട്ടാ? സാധാരണ ഏറ്റവും കൂടുതലായിട്ട് പള്ളിമണി മുഴങ്ങുന്നത് രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന്, നാട്ടിൽ എന്തെങ്കിലും അപായങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിൽ മണിനാദം മുഴക്കാറുണ്ട്. രണ്ട് ഇതാണ്, ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിൽ മണിനാദം മുഴക്കാറുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് ആ പ്രകൃതി, ഭൂമിയിലെ സകലതും നിശബ്ദമായിരിക്കുമ്പോൾ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് പള്ളിക്കകത്ത് നിന്നും മണിനാദം പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ വന്നു എന്നൊക്കെയാണ്. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ ഒരു മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കുമേഘമുഖമാം കുരിശിനെ മുത്തുവാൻ. ഇതൊക്കെ ഒരുമിച്ച് വായിക്കേണ്ട വരികളാണ്, അതുകൊണ്ട് ഒരിക്കൽ കൂടി വായിക്കണം. ആരാൽ ഇറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട വെൺമുകിൽ തുണ്ടുകൾ. ആ 6 വരിയും ഒരുമിച്ച് വായിക്കണം. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ ഒരു മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കുമേഘമുഖമാം കുരിശിനെ മുത്തുവാൻ. ആരാൽ ഇറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട വെൺമുകിൽ തുണ്ടുകൾ. ഇനി ആശയത്തിലേക്ക് കടക്കണമെങ്കിൽ അവിടെ വന്ന ആദ്യ വരി ശ്രദ്ധിച്ചോ. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ മഹാത്യാഗം. ഏതാണ് ആ മഹാത്യാഗം എന്ന് മനസ്സിലായോ? ക്രിസ്തുദേവന്റെ ത്യാഗമാണ്. ക്രിസ്ത്യൻസിലെ അവരുടെ വിശ്വാസപ്രകാരം 2000-ഓളം കൊല്ലം മുമ്പ് ക്രിസ്തുദേവൻ ആത്മബലിയിലൂടെ അനുഷ്ഠിച്ച ഗംഭീരമായിട്ടുള്ള ഒരു ത്യാഗത്തിന്റെ അടയാളമുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം അവർ ഇന്നും വിശ്വസിക്കുന്ന അവരുടെ ഏറ്റവും പുണ്യാത്മാവായിട്ടുള്ള യേശു ക്രിസ്തു, അദ്ദേഹത്തിന്റെ മഹാത്യാഗം, അദ്ദേഹത്തിന്റെ ത്യാഗത്തിലാണ് അവരുടെ അല്ലെങ്കിൽ ഇന്നത്തെ അവരുടെ സന്തോഷവും ഈ പറയുന്ന ജനങ്ങളുടെ നന്മയുള്ള ജീവിതവും ഒക്കെ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോ ക്രിസ്തുദേവന്റെ 2000-ഓളം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അനുഷ്ഠിച്ച ആ ഒരു ആത്മത്യാഗത്തെയാണ് ആ വരികളിലൂടെ പറയുന്നത്. ആ ആത്മത്യാഗത്തെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കുരിശിനെ, ആ ഒരു പറയുന്ന മഹാത്യാഗത്തെ ഇപ്പോഴും വർണ്ണിക്കുമേഘമുഖമാം. അതിനെ വർണ്ണിക്കാൻ, അതിനെ ഓർമ്മിപ്പിക്കാൻ, ഏതിനെ? ആ മഹാത്യാഗത്തെ ഓർമ്മിപ്പിക്കുവാൻ, ആ ഓർമ്മിപ്പിക്കുന്ന ഏകമുഖം, ആ മഹാത്യാഗത്തെ കുറിച്ച് ഇങ്ങനെ നമ്മളെ മനസ്സിലേക്ക് എപ്പോഴും ഓർമ്മ പുതുക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു മുഖമുണ്ട്. ആ മുഖമാണ് കുരിശ്. ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള മറ്റൊന്നാണ് കുരിശ്. അവരുടെ വിശ്വാസപ്രകാരം കുരിശ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ശവപ്പെട്ടിയിലും അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും പറയാ ഈ പറയുന്ന മരണ സമയത്ത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ശവപ്പെട്ടിയിൽ ഇരിക്കുമ്പോൾ കൈകളിലും മറ്റുമൊക്കെ നൽകുന്നതും അല്ലെങ്കിൽ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന അവരുടെ ഒരു പുണ്യ ഒരു സിംബലായിട്ട് നമ്മൾ കാണുന്ന ഒരു ചിഹ്നമായിട്ട് കുരിശിനെ കാണും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്ര തന്നെയാണ്. 2000-ഓളം കൊല്ലം മുമ്പ് ക്രിസ്തുദേവൻ ആത്മബലിയിലൂടെ അനുഷ്ഠിച്ച ആ ഒരു ത്യാഗത്തിന്റെ അടയാളം പോലെ പള്ളിയിലെ കുരിശ് ഇങ്ങനെ കാണുന്നുണ്ട്. പള്ളി എന്ന് പറയുമ്പോൾ അവരുടെ പള്ളിയുടെ മുൻപിലും പല ഭാഗങ്ങളിലും കുരിശ് കാണും. ശവക്കല്ലറയിലും കുരിശ് കാണും. അതൊക്കെ അതിന്റെ ഭാഗമാണ്. ആ കല്ലറയെ മുത്തുവാൻ അല്ലെങ്കിൽ ആ കല്ലറയിലെ കുരിശിനെ മുത്തുവാൻ അവിടെ ചില മാലാഖമാർ. വീണ്ടും മാലാഖയൊക്കെ എപ്പോഴും മാലാഖകളൊക്കെ എപ്പോഴും ക്രിസ്തീയ ഇതിലുള്ള പദപ്രയോഗങ്ങളാണ്. ആരാൽ ഇറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട വെൺമുകിൽ തുണ്ടുകൾ. മാലാഖമാര് വരുന്നുണ്ട്. ശരിക്കും വരുന്നത് മാലാഖയല്ല. മാലാഖയെ പോലെ ആര് വരുന്നു? മാലാഖമാരെ പോലെ ആര് വരുന്നു? വെൺമുകിൽ തുണ്ടുകൾ. നല്ല വെളുത്ത മുകിൽ തുണ്ടുകൾ. മേഘമാണ് മുകിൽ തുണ്ടുകൾ എന്ന് പറഞ്ഞാൽ
മേഘമാണ്. അപ്പൊ ആ മേഘത്തെ അവിടെ മാലാഖയായിട്ടാണ് എഴുത്തുകാരന് വർണ്ണിച്ചിരിക്കുന്നത്. ആ കുരിശിനെ ഈ ക്രൈസ്തവ വിശ്വാസപ്രകാരമുള്ള ക്രിസ്തുദേവന്റെ ആത്മബലിയോടുകൂടി, അല്ലെങ്കിൽ ആത്മബലിയുടെ മുഖമായിട്ട് ഇന്നും നിലകൊള്ളുന്ന ആ കുരിശിനെ മുത്തുവാനായിട്ട് എന്ത് ചെയ്യുന്നു? മാലാഖമാരെ പോലെ ഇത് മുകിൽ തുണ്ടുകൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ലോകത്തിന്റെ പാപപരിഹാരത്തിലൂടെ മനുഷ്യന് സ്വർഗം നേടാനായിട്ട് കഴിയും എന്നത് ഓർമ്മിപ്പിക്കുകയാണ് കുരിശ്. ആ തോന്നൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ കുരിശിനെ ഇത്രത്തോളം വാഴ്ത്തി പറയാനായിട്ട് നമ്മളെ കവിയെ പോലും പ്രേരിപ്പിക്കുന്നത്. ഇനി നമുക്ക് അവസാന ഭാഗത്തിലേക്ക് കടക്കാം. പാപം ഹരിച്ച് പാരിന് വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശെ ജയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, പാപത്തെ ഹരിച്ച്, അല്ലെ, പാപം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ അല്ലെങ്കിൽ പരിഹരണം. നമ്മൾ എല്ലാവർക്കും അറിയാം, പാപം ചെയ്യാത്തവര് ഇല്ല, അല്ലെ? പാപം തെറ്റ് ചെയ്യാത്തവർ, അതുപോലെ തന്നെ നുണ പറയാത്തവർ, അങ്ങനെ ആരും ഇല്ല. പക്ഷെ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ആ പാപത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നാണ് പറയാ. അപ്പോ ആ പാപപരിഹാരം നമുക്ക് നേരിട്ട് എന്ത് ചെയ്തു തരും? സ്വർഗം നേടിത്തരുന്നതാണ്. അപ്പൊ ആ സ്വർഗം നേടിത്തരുന്ന പാത കാണിക്കുന്ന, ആ പാത കാണിച്ചു തരുന്ന കുരിശ്, ക്രിസ്തീയ വിശ്വാസപ്രകാരം ഉള്ള ആ ഒരു ചിഹ്നമായ കുരിശെ നീ ജയിച്ചാലും, നീ വിജയിച്ചാലും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കവി. അപ്പോഴതാ ആ വഴിക്കപ്പോൾ ഒരു ദരിദ്രന്റെ നിർജീവമാം ദേഹമടങ്ങിയ പെട്ടി പോയി. ക്ഷമിക്കണം, ആ വഴിക്കപ്പോൾ, അദ്ദേഹം നിൽക്കുന്ന ആ വഴിക്കപ്പോൾ ആ വഴിയിലൂടെ ഒരു ദരിദ്രന്റെ നിർജീവമാം, ജീവനില്ലാത്ത നിർജീവമായ ഒരു പെട്ടി ഇങ്ങനെ കടന്ന് പോകുന്നുണ്ട്. അതായത് ശവപ്പെട്ടി. അപ്പോ ഒരു ദരിദ്രനാണ് എന്നുള്ളത് ശവപ്പെട്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്ന രീതിയിലാണ് ആ പെട്ടി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വരികളിലൂടെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ആ വഴിയിൽ അപ്പോൾ ഒരു ദരിദ്രന്റെ പെട്ടി എന്ത് ചെയ്യുന്നു? ജീവനില്ലാത്ത മൃതദേഹം അടങ്ങിയിട്ടുള്ള ഒരു പെട്ടി അതുവഴി പോയി. ആ പെട്ടി പോയ സമയം സാധാരണ ഓരോ വിശ്വാസപ്രകാരം ഒരുപാട് രൂപത്തില് ആണ് അവരുടെ ഈ പറയുന്ന അവസാന യാത്ര. ഒരുപാട് ആളുകൾ കരഞ്ഞ് നിലവിളിച്ച് അയ്യോ, അല്ലെ, നമ്മൾ ഒരുപാട് രൂപത്തിൽ കരച്ചില് അതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ചിലർ വിതുമ്പിക്കരയും, ചിലർ പൊട്ടിക്കരയും. അതൊക്കെ അതിന്റെ ഭാഗമാണ്. തമിഴ്നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും, അല്ലെ, സന്തോഷകരമായിട്ടാണ് അവർ യാത്ര അയക്കുക. നമ്മുടെ എന്താ പറയാ, തപ്പൊക്കെ അടിച്ച്, പാട്ടൊക്കെ പാടി, പൂവുകളൊക്കെ വർഷിച്ച്, സന്തോഷകരമായിട്ട് അവരെങ്ങനെ ഇവിടെ ജീവിച്ചാലും എങ്ങനെ വന്നോ അതിനേക്കാൾ സന്തോഷകരമായി അവരുടെ അവസാന യാത്ര നടത്തണം എന്നാ പറയാം. ക്രിസ്തീയ മതവിശ്വാസ പ്രകാരം നമ്മൾ ശ്രദ്ധിച്ചു കാണും, ശവപ്പെട്ടിയിൽ ഇരിക്കുമ്പോ, അല്ലെ, അവരുടെ വസ്ത്രധാരണവും മറ്റും അല്ല എന്താ പറയാ വെൽ സ്യൂട്ടിലൊക്കെയാണ് അവര് എന്ത് ചെയ്യുക, അവസാന യാത്ര. അപ്പൊ ഇവിടെ ദരിദ്രന്റെ പെട്ടിയാണ്. ആ ദരിദ്രന്റെ പെട്ടിക്ക് എന്തില്ല? പൂവർഷമില്ല, പൂക്കളുടെ അകമ്പടി, പൂ വർഷിക്കുന്നില്ല. അവിടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? വിഷാദം കിടന്നല തല്ലുന്ന പൈതലിൻ കണ്ണുനീരെന്നിയെ. സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട് അല തല്ലുന്ന പൈതൽ, കുട്ടിയുടെ കണ്ണുനീരല്ലാതെ, കണ്ണുനീരിന്റെ വർഷമുണ്ട്, അല്ലാതെ പൂക്കളുടെ വർഷമൊന്നും ആ കൂട്ടത്തിലില്ല. ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭ തന്നെയുടെ നെഞ്ചിടിപ്പെന്നിയെ. പെരുമ്പറയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പെരുമ്പറൊക്കെ മുഴക്കിയിട്ട് വളരെ ആഘോഷപൂർവ്വം പോകുന്ന അല്ലെങ്കിൽ അവസാന യാത്രകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്തരത്തിൽ പെരുമ്പറയോ ഒന്നുമില്ല. ആകുള്ളത് എന്താണ്? ശുദ്ധയായ വിശ്വസ്തത, അല്ലെങ്കിൽ വിശ്വസ്തയായ വല്ലഭ ഭാര്യ, പത്നി, ആ മരണപ്പെട്ട് കിടക്കുന്ന നിർജീവമായ ശരീരത്തിന്റെ ഭാര്യയുടെ നെഞ്ചിടിപ്പ്, അല്ലെ, ആ ദുഃഖം നെഞ്ചിടിപ്പായിട്ട് അവിടെ വർണ്ണിക്കുകയാണ്. ആ ഭാര്യയുടെ നെഞ്ചിടിപ്പല്ലാതെ പെരുമ്പറയൊന്നും ആ ഒരു
ശവ പെട്ടിക്ക് പിന്തുണയായിട്ട് അല്ലെങ്കിൽ പിന്നാലെ ഇല്ല. ആ സമയത്ത് നമ്മൾ ഇപ്പോഴും ഈ പറയുന്ന ആ വാക്യം കണ്ടത് എവിടെയാണെന്ന് പറഞ്ഞില്ല, അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആ സമയത്ത് വന്നു തറച്ചിതൻ കണ്ണില പെട്ടിമേൽ നിന്നും 6 അക്ഷരം. ആ സമയത്ത് ആ പെട്ടിയില്, ആ ഒരു ശവപ്പെട്ടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ 6 അക്ഷരം എന്റെ കണ്ണിൽ പെട്ടെന്ന് തറച്ചു. എന്റെ കണ്ണിൽ അത് കുടുങ്ങി, അല്ലെ? എന്റെ കണ്ണിൽ ആ 6 അക്ഷരം കണ്ടു. എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്നു ഞാൻ നാളെ നീ. അവിടെ വെച്ചാണ് ആദ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കവിക്ക് ആ ഒരു വാക്യം ലഭിക്കുന്നത്. ആ ദരിദ്രനായ വ്യക്തിയുടെ നിർജീവമായ ആ ശവപ്പെട്ടിക്ക് പിന്നാലെ, അല്ലെ, പൂവർഷങ്ങളില്ലാതെ പെരുമ്പറയില്ലാതെ പോകുന്ന ആ ശവപ്പെട്ടിയുടെ മുകളിലായിട്ട് അദ്ദേഹം കണ്ട ആ ഒരു 6 അക്ഷരം എന്തായിരുന്നു? ഇന്നു ഞാൻ നാളെ നീ. ഒന്നു നടുങ്ങി ഞാൻ, ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണ് എപ്പോഴും. അത് കണ്ടപ്പോ ഞാൻ ഒന്ന് എന്ത് ചെയ്തു? അന്തം വിട്ടുപോയി, ഒന്ന് നടുങ്ങി, അല്ലെ? ആ 6 അക്ഷരമാണെങ്കിൽ പോലും ആ 6 അക്ഷരത്തിന്റെ അർത്ഥം എന്റെ മനസ്സിൽ എന്ത് ചെയ്തു? ഒരു നടുക്കം തന്നെ എന്ത് ചെയ്യാണ്? സൃഷ്ടിക്കുകയാണ്. ഞാൻ നടുങ്ങി. പക്ഷെ ഞാൻ ആ നടുക്കത്തിൽ കവി മാത്രമല്ല നടുങ്ങിയത്, അദ്ദേഹം ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ നടുക്കം തന്നെ എവിടെ ഉണ്ടായിരുന്നു? മിന്നുമുടുക്കളിൽ പോലും ഉണ്ടായിരുന്നു. മിന്നുന്ന മുടു അല്ല, ഉടു ആണ് കേട്ടോ. ഉടു എന്ന് പറഞ്ഞാൽ നക്ഷത്രം, നക്ഷത്രത്തിന്റെ പര്യായാണ് താരം, താരകം, നക്ഷത്രം, ഉടു. അപ്പോ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആ ആകാശത്തുള്ള നക്ഷത്രങ്ങളിൽ പോലും ആ നടുക്കം ഞാൻ എന്ത് ചെയ്തു? കണ്ടു. എന്തിന്? ഇപ്പോഴും ആ നടുക്കം അവിടെ അവശേഷിക്കുന്നു. ഇപ്പോഴും അവിടെ പറയുന്നു, നോക്കൂ, ഞാൻ ആ നടുക്കം തന്നെ, ഞാൻ നടുങ്ങിയ അതേ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ അവിടെയും ദൃശ്യമാണിപ്പോഴും. അപ്പൊ ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. വളരെ ലഘുവായിട്ടുള്ള ഒരു കവിത. ഒരിക്കൽ കൂടി പറയുന്നു, ജി ശങ്കരക്കുറുപ്പ് തയ്യാറാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കവിതാഭാഗം. അദ്ദേഹം മുൻപ് ഒരു ദരിദ്രനായ വ്യക്തിയുടെ ശവപ്പെട്ടിക്ക് മുകളിൽ കണ്ട 6 അക്ഷരം, ആ 6 അക്ഷരം കണ്ട ആ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്? ആ ഒരു മരണം നമ്മളുടെ പ്രകൃതിയിലും മറ്റും ഉണ്ടാക്കുന്ന വ്യത്യസ്തതയും ഇത്തരത്തിലുള്ള ചിന്തകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യ ഭാഗത്തിൽ പറയുന്നത് ഒരു മരത്തിന്റെ ഇലകൾ, അതിന്റെ നിഴല് വരുമ്പോൾ അതിന് വരുന്ന മാറ്റം, ഇലകൾ നിലത്തേക്ക് പതിക്കുന്നത്, കാറ്റിന്റെ പ്രത്യേകത, അതുപോലെ തന്നെ പാടാത്ത കിളികൾ, ഇങ്ങനെ മരണം പ്രകൃതിക്ക് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം വിസ്തരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പതുക്കെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു നിർജീവമായിട്ടുള്ള ദരിദ്രന്റെ ആ ഒരു പെട്ടിക്ക്, അല്ലെങ്കിൽ ശവപ്പെട്ടിയുടെ അടുത്തേക്ക് എത്തുകയും ആ ശവപ്പെട്ടിയിലാണ് താൻ ആ ഒരു 6 അക്ഷരം കാണുന്നത് എന്നും, അവസാനം ആ ഒരു 6 അക്ഷരം, അല്ലെ, അത് എല്ലാവർക്കും ഉള്ളതാണ്ടോ 6 അക്ഷരം? ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്നുള്ളതാണ്. എല്ലാവരും ഒരിക്കലും മരിക്കും. ഇന്ന് ഞാനാണെങ്കിൽ അടുത്ത ആള് നീയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ടാണ് കവിതാഭാഗം അവസാനിക്കുന്നത്. പിന്നെ കവിതയുടെ വരികൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നോക്കൂ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതായത് കവിതാരചനയില് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം, കവിതയ്ക്ക് കൂടുതൽ ഭംഗി കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോ അതിന് പറയുന്ന പേരാണ് പ്രാസം. ഒരുപാട് പ്രാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും 2-3 പ്രാസങ്ങളുണ്ട്. ആദ്യാക്ഷര പ്രാസം, ദ്വിതീയാക്ഷര പ്രാസം, അന്ത്യാക്ഷര പ്രാസം. ഇതിന്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ പ്രാസം എന്ന് പറയുന്നത് അപ്പോ റൈമിങ്, ഇപ്പോ പെട്ടെന്ന് ഇപ്പോ കുഞ്ഞുണ്ണി മാഷ കവിതയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഠായി ഠായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞാൽ കഷ്ടായി, അല്ലെ? ആ ഒരു റൈമിങ് ഫീൽ ചെയ്യുന്നില്ലേ? അത് തന്നെയാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ദ്വിതീയാക്ഷരപ്രാസാണ്. ഇത് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യാക്ഷരപ്രാസം എന്ന് പറയുന്നത് വരികളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ വീണ്ടും വരും, അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിലെ ആദ്യ വരിയും രണ്ടാമത്തെ അക്ഷരത്തിലെ ആദ്യ അക്ഷരവും
അക്ഷരം വരിയല്ല, ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ വരിയില് ആദ്യത്തെ അക്ഷരവും ഒന്നായിരിക്കും. ദ്വിതീയാക്ഷരാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരം, അത് ഞാൻ ഇതിൽ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കൂ, അപ്പൊ നിങ്ങൾ കാണുന്ന ഇതില് പക്ഷി രണ്ടാമത്തെ അക്ഷരം ക്ഷായാണ്. രണ്ടാമത്തെ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം ക്ഷായാണ്. അടുത്ത വരിയിലെ രണ്ടാമത്തെ അക്ഷരം ദ. അന്തി പൊന്തി. 2000 തുണ്ട. മൂക മേഘ. ആര മാര. മൂക മേഘ ആര. പാപം. കണ്ടോ? ഏറ്റവും കൂടുതലായിട്ട് ഇതാണ്. ഇല്ല തല്ലുന്ന, ഇല്ല വല്ല, വന്നു നിന്നു, ഒന്നു മിന്നു. കണ്ടോ? അപ്പൊ ആദ്യ ഭാഗത്തുനിന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നു ഞാൻ, ഇന്നും, പാത, പ്രേത, എത്ര, പത്ര. കണ്ടോ? രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരു വരി, 2 വരി എടുത്തു നോക്കുമ്പോ ആ 2 വരിയിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. ഓൾമോസ്റ്റ് ഇവിടെ ഏറെക്കുറെ ഈ പറയുന്ന ദ്വിതീയാക്ഷരമാണ് പ്രാസമാണ് ഉപയോഗിച്ചുള്ളത്. ഇനി ലാസ്റ്റ് അന്ത്യാക്ഷരപ്രാസം കൂടെ ഉണ്ട്. അന്ത്യാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ അക്ഷരമല്ലേ, അത് അവസാന അക്ഷരമായിരിക്കും. അവസാന അക്ഷരം വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്ത വരിയിലെയും അവസാന അക്ഷരം സെയിം ആയിരിക്കും. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ കവിതയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത്. സോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ കവിത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിലുപരി വളരെ ചെറുതാണെങ്കിൽ പോലും ഒരുപാട് മനോഹരമായിട്ടുള്ള ഉപമകളാലും അല്ലെങ്കിൽ നല്ല എന്താ പറയാ ചിന്തകളാലും സമ്പന്നമായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതാ ഭാഗം തന്നെയാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിത. എല്ലാവരും വായിച്ചു നോക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്തിഗതമായിട്ട് ബന്ധപ്പെടുക. നല്ല രൂപത്തിൽ കവിത മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.